എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? ഇനി കൊച്ചുമക്കള് ജയിലിൽ കിടക്കുന്ന കാഴ്ചയും കാണേണ്ടി വരുമോന്ന എന്റെ പേടി. അതൊഴിവാക്കിയല്ലേ പറ്റൂ. അതുകൊണ്ട് ഞാൻ അവനൊന്ന് വിളിക്കാം, ആ വേണുവിനെ. അവന്റെയൊക്കെ മുന്നില് താഴാൻ പോവാണോ? താഴ്ന്നു കൊടുക്കേണ്ടടുത്ത് അങ്ങനെ ചെയ്തല്ലേ പറ്റൂ. വേണുട്ടാ, ദേ വിളിക്കുന്നു, കിളവൻ വിളിക്കുന്നു. ഏത് കിളവൻ? ഓ, അനന്തപുരിയിലെ കിളവൻ. ഓ, മൂർത്തി മുതുക്കനോ? ഇഞ്ഞിതാ. എന്തിനും ഒരു നീക്കുപോക്കൊക്കെ ഉണ്ടല്ലോ. ഉണ്ട് സാറേ, ഉണ്ട്. എത്ര നീക്കുപോക്കുണ്ടെങ്കിലും എന്റെ മോക്ക് കൊണ്ട തല്ലാണേ, അത് തിരിച്ചെടുക്കാൻ പറ്റത്തില്ലല്ലോ. അതിന് പരിഹാരം ചെയ്യാവുന്ന ദേവയാനി പറഞ്ഞല്ലോ തന്റെ വക്കീലിനോട്. എന്റെ മോക്കുണ്ടായ അപമാനത്തിനും വേദനയ്ക്കുന്നു അതൊന്നും പോരാ സാറേ. എന്നുവെച്ചാ നിങ്ങളെല്ലാം കൂടെ എന്റെ മോളുടെ മനസ്സ് കീറി മുറിക്കാണ് അവിടെ ഇട്ട്. അവളെ വേദനിപ്പിച്ചിട്ട് എല്ലാരും കൂടെ രസിക്കുകയായിരുന്നു. എവിടെ വരണമെന്ന് താൻ പറഞ്ഞാൽ മതി. ഞാൻ എന്റെ മോളും ഭാര്യയായിട്ടൊക്കെ ഒന്ന് ആലോചിക്കട്ടെ. ഇതിലിനി എന്താലോചിക്കാനാ? ശരി, ഞാൻ സാറിനെ വിളിച്ചോളാം. എന്നിട്ട് ഞാൻ എവിടെ വരേണ്ടതെന്ന് പറയാം. ഞാൻ വരുന്നത് തനിക്ക് തരാമെന്ന് പറഞ്ഞ ചെക്കുമായിട്ടായിരിക്കും. പക്ഷെ ഒരു കാര്യം, പൈസ വാങ്ങിച്ചിട്ട് നെറുകേട് കാണിക്കരുത്. ആ നിമിഷം കേസ് പിൻവലിക്കണം. അതൊക്കെ നോക്കാം സാറേ. പറഞ്ഞില്ലേ, കൊച്ചുമോൻ ജയിലിലേക്ക് പോകുന്നുണ്ടെന്ന് അറിഞ്ഞാൽ അയാൾ മുട്ടുമടക്കി നമ്മുടെ മുന്നിലേക്ക് വരുമെന്ന്. എത്ര വലിയ അനന്തമൂർത്തി ആയാലും കൊച്ചുമോനെ ജയിലിൽ പോയി കാണാനൊന്നും ആഗ്രഹിക്കില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞ തുക പറഞ്ഞ സമയത്ത് തന്നെ കിട്ടും. അത് കിട്ടിയാലും നമ്മൾ ഒതുങ്ങുമോ? നമ്മൾ ഇങ്ങനെ പിന്നെയും ഓരോന്ന് പറഞ്ഞു കേസ് വലിച്ചു നീട്ടിക്കൊണ്ട് പോകില്ലേ? അയ്യോ, കുറെ കാലമായിട്ട് ഞാൻ ലോട്ടറി എടുക്കുന്നു, ഒരു ബമ്പർ ലോട്ടറിയും വിടാറില്ല. പക്ഷെ ഇത് ദൈവമായിട്ട് നമ്മുടെ കൈ കൊണ്ടുവന്ന് തന്നിരിക്കുകയാണല്ലോ. എന്നാലും അവൻ ഒരു ദിവസമെങ്കിലും ജയിലിൽ കിടക്കുന്ന കാണാൻ എനിക്ക് ആഗ്രഹമായിരുന്നു. മോളെ, നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും കൂടെ നടക്കില്ല. അതുകൊണ്ട് അത്യാഗ്രഹങ്ങളൊക്കെ കളഞ്ഞ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ നോക്ക്. നീ അനുനയത്തിൽ നിന്ന് അവിടെ നിന്ന് കുറച്ച് സ്വർണവും പണവും ഒക്കെ മാറ്റണമെന്ന് പറഞ്ഞിട്ട് നിന്നെ കൊണ്ട് അതിനൊന്നും കഴിഞ്ഞില്ല. ഇപ്പൊ അതിനേക്കാളും വലിയ ലോട്ടറിയില്ലേ വന്ന് കയറിയിരിക്കുന്നേ. ഇനിയിപ്പോ കയ്യിൽ വന്ന മഹാലക്ഷ്മിയെ നമ്മൾ കുടഞ്ഞു കളയരുത്. ഞാൻ എന്തായാലും അങ്ങോട്ട് പോട്ടെ. വക്കീല് വേറെ എന്തെങ്കിലും ഐഡിയ പറഞ്ഞു തരുന്നെങ്കിൽ അതുകൂടി നമുക്ക് നടപ്പിലാക്കണം. പിന്നെ 7 കോടിയില്ലേ, ആ 7 കോടി എന്റെ കൈ കിടന്നാലേ എന്റെ അമ്മേ 1 കോടിക്ക് 50,000 രൂപ പലിശ കിട്ടുമെന്നാ പറയുന്നേ. അപ്പൊ 7 കോടിക്ക് എത്രയായി? 3.5 ലക്ഷം രൂപ. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുമോളെ, ഒരു 2 കോടിയെങ്കിലും ഞങ്ങൾക്ക് താ. ബാക്കി 5 കോടി നിനക്ക് പോരെ? പോരാ, ബാക്കി 7 കോടി എനിക്ക് വേണം. മകളാണെങ്കിലും എന്തൊരു അത്യാഗ്രഹമാ. സ്വന്തം അച്ഛനമ്മമാര് പോലും ജീവിക്കരുതെന്നാ ഓരോന്നിന്റെ ആഗ്രഹം.